ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കൊച്ചു ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന അരി ഒന്ന് ഇതുപോലെ ഒരു 5 മിനിറ്റ് സമയത്തേക്കൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. വേവ് കൂടുതലുള്ള അരികളാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് സമയമെടുത്ത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ വേഗത്തിൽ തന്നെ നമുക്ക് ചോറ് കുക്കായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഗ്യാസൊക്കെ മാസം തോറും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും നിങ്ങൾ അരി കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരമെങ്കിലും ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കുക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് രാവിലത്തേക്ക് ഉഴുന്നൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് ഉഴുന്നൊന്നും കൂടാണ്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരം, അതും കറിയൊന്നും കൂടാണ്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അതും ഉഴുന്നൊന്നും ഇല്ലാണ്ട് കൊണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 4 പപ്പടം ഇതുപോലെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് പച്ചരി ഞാൻ തലേദിവസം തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പപ്പടം ഞാൻ രാവിലെ അരി അരയ്ക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് കുതിരാൻ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ കുതിരാൻ വെച്ച പപ്പടം അതുപോലെ തന്നെ പച്ചരിയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വേറൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉഴുന്നൊന്നും ഇല്ലാണ്ട് രാവിലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഇനി പേരൊന്നും കിട്ടിയിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കാമെന്ന് അറിയാത്തവർക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എന്താണെന്നൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ അരിയും അതുപോലെ തന്നെ പപ്പടവും നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അരച്ച് വെച്ച ബാറ്റർ നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഓരോ തവി മാവ് എടുത്ത് ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല പൊന്തി വരും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല ഉള്ളൊക്കെ നല്ല വെന്ത് പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാനായിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നിമിഷം നേരം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയൊരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി, അതുപോലെ തന്നെ നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ട് കൂടെ ഇത് കഴിക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഇത് പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ലൊരു റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് സമയത്തേക്ക് സോക്ക് ചെയ്ത് വെച്ച അരി ഇതുപോലെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അരി വേവാൻ പാകത്തിന് മാത്രമല്ല, വെള്ളം ഊറ്റിയെടുക്കാൻ പാകത്തിന്, അരി വെന്ത വെള്ളം ഊറ്റിയെടുക്കാൻ പാകത്തിന് കൂടി ചേർത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാനുണ്ട്. എന്നിട്ട് ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ലെമൺ ആണ് കേട്ടോ. ലെമൺ ജസ്റ്റ് ഒരു 1-2 ഡ്രോപ്സാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ചോറ് വെന്ത് കഴിഞ്ഞാൽ പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ട് കൊണ്ടും, അതുപോലെ തന്നെ എത്ര നേരം കഴിഞ്ഞാലും ചിലപ്പോൾ വെയിലും ക്ലൈമറ്റൊക്കെ മാറുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ചോറ് കുഴഞ്ഞു പോകും. അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയൊരു നല്ല ടിപ്പാണ്, ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് കുക്കർ മൂടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ വെയിറ്റ് വാൾ ഇട്ട് കൊടുക്കാം. ആ ഒരു പ്രഷർ ഇങ്ങനെ വരുന്ന സമയത്ത്, വിസിൽ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ട് ആ പ്രഷറൊക്കെ നന്നായിട്ട് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ ചോറ് കുക്കായിട്ടുണ്ടാവട്ടെ. അതുപോലെ തന്നെ നമുക്ക് ചോറ് ഊറ്റിയെടുക്കാനുള്ള വെള്ളം അതിനകത്തുണ്ടാവും. അതിനനുസരിച്ചുള്ള വെള്ളമാണ് നമ്മൾ ആദ്യമേ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചോറ് വെറും 5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലൊന്ന് ചോറ് ഊറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഈസി ആയിട്ട് ഇതുപോലെ ഓട്ടപാത്രത്തിലാണ് ചോറ് ഊറ്റിയെടുക്കാറ്. അപ്പോൾ ഇതുപോലെ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒട്ടും വെള്ളമുള്ളാണ്ട് തന്നെ നമുക്ക് ചോറ് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചോറ് ഊറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചോറ് കണ്ടാൽ തന്നെ അറിയാം പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ വെറും 5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കുക്കായി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലെമണൊക്കെ ചേർത്ത് കൊടുത്തത് കാരണം തന്നെ നമുക്ക് ഒരു ദിവസം ഫുള്ളായാലും രാത്രി നമ്മൾ കഴിക്കുന്ന സമയത്താണ് ചോറ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. പെട്ടെന്നൊന്നും ചോറ് അങ്ങനെ കേടായി പോവില്ല. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലെമൺ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല. നമ്മൾ 1-2 ഡ്രോപ്സ് മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വെറും 5 മിനിറ്റ് സമയം കൊണ്ട് നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതുമൂലം തന്നെ നമുക്ക് മാസം തോറും നല്ലൊരളവ് ഗ്യാസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾ ചോറ് വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇനി അതുപോലെ തന്നെ നമ്മൾ ചോറൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം വരുന്ന ആ ഒരു കഞ്ഞിവെള്ളം നമ്മൾ കളയാറാണ്. ആ ഒരു വെള്ളം നമ്മൾ കളയാറാണ്. ഇനി അങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ. ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോഴത്തെ കാലത്ത് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ട്. അങ്ങനെയുള്ള പിള്ളേർക്കൊക്കെ രാവിലെ നിങ്ങൾ ഈ ഒരു കഞ്ഞിവെള്ളം ഒരു ഗ്ലാസ് കൊടുക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ്. ഉപ്പിടാണ്ട് കൊടുക്കുക കുട്ടികൾക്ക്. അപ്പോൾ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഈ ഒരു കഞ്ഞിവെള്ളം കുടിക്കാൻ കൊടുക്കുന്നത് അത്രയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഈ മുടി കൊഴിച്ചിലൊക്കെ ഉള്ള പിള്ളേരാണെങ്കിലും അവർക്ക് തലയിലൊഴിച്ച്
ഷാമ്പൂ വാഷ് ആണെങ്കിലും സോപ്പ് വാഷാണ്, ഷാമ്പൂ ഒക്കെ നിങ്ങൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് തലയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലതാണ്. അതുപോലെ തന്നെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടികൾ നന്നായിട്ട് തെഴുത്ത് വളരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഊറ്റിയെടുക്കുന്ന ഈ ഒരു കഞ്ഞിവെള്ളം ഒരിക്കലും കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരുപാട് യൂസ് ഉണ്ട് ഈ ഒരു കഞ്ഞിവെള്ളം കൊണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.